നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മൈനബിൾ എന്ന് പറയുന്നത് ഒരു വെർച്വൽ ക്രിപ്റ്റോകറൻസി മൈനിങ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ക്രിപ്റ്റോകറൻസി മൈൻ ചെയ്യുമ്പോൾ നമുക്ക് GPUs വേണം. ആ GPU വെച്ചിട്ടാണ് നമ്മൾ ബിറ്റ്കോയിൻ ആണെങ്കിലും എതീറിയം ആണെങ്കിലും ഒറിജിനലായിട്ട് നമ്മൾ മൈൻ ചെയ്യണത്. അപ്പോൾ അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് അത്ര ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അതുകൊണ്ട് മൈനബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കുറച്ച് ഫോറിനേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പൻ പോലത്തെ തന്നെ ഒരു ഐഡിയ ആണ് ഇതിലും. സ്റ്റെപ്പനിൽ NFT ബൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാക്ക് ചെയ്യുമ്പോൾ കോയിൻ ബൂസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഐഡിയ ആണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് MNB എന്ന് പറയുന്ന അവരുടെ ടോക്കണാണ്. അപ്പോൾ അതിൻ്റെ ബീറ്റ സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീറ്റയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ GPU നല്ല രീതിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ ബീറ്റ ജോയിനേഴ്സിന് ഭാവിയിൽ എന്തോ റിവാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം, എങ്ങനെ മൈനബിളിൽ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും സ്വന്തം റിസ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ചെയ്യുന്നു. എൻജോയ് ടു തസ്സനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇനി മൈനബിൾ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൈനബിൾ എന്ന് പറഞ്ഞാൽ ഒരു റവല്യൂഷണറി വെർച്വൽ ക്രിപ്റ്റോകറൻസി മൈനിങ് എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GPUs വാങ്ങിക്കുകയാണ്. അതായത് വെർച്വൽ GPUs ആണ്, NFTs ആണ് നമ്മൾ ബൈ ചെയ്യണത്. ആ NFTs വെച്ചിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ കോയിനായിട്ടുള്ള MNB എന്ന് പറഞ്ഞ കോയിനാണ് കിട്ടുന്നത്. ഇപ്പോൾ കറൻ്റ്ലി MNB ലിസ്റ്റഡ് ഒന്നല്ല, എതീറിയം ബ്ലോക്ക് ചെയിനിൽ തന്നെ ആയിരിക്കും മിക്കവാറും. മെയിൻ നെറ്റ് വന്നു കഴിയുമ്പോൾ അവരുടേതായ മെയിൻ നെറ്റ് റിലീസ് ആക്കുമെന്നറിയില്ല. അല്ലെങ്കിൽ മിക്കവാറും എതീറിയം ബ്ലോക്ക് ചെയിനിൽ തന്നെയായിരിക്കും. അപ്പോൾ MNB ആണ് നമുക്ക് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ GPUs ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റും. മൈനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MNB കിട്ടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ GPUs ചില സമയങ്ങളിൽ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് MNB കൊടുത്തിട്ട് അപ്ഗ്രേഡ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയത് വാങ്ങിക്കണമെങ്കിൽ എതീറിയം കൊടുത്തായിരിക്കും ബൈ ചെയ്യണത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിയർ ക്രിപ്റ്റോകറൻസി മൈനിങ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഹാർഡ്വെയർ വേണ്ട, പവർ യൂസേജ് ഇല്ല, ലിമിറ്റേഷൻസ് ഒന്നുമില്ല എന്നാണ് അവർ എഴുതി വെച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആപ്പ് ബീറ്റയിലാണ്. അപ്പോൾ ബീറ്റയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കുറേ റിവാർഡൊക്കെ കിട്ടും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഡിസ്കോഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഹൗ ടു സ്റ്റാർട്ട് മൈനിങ് MNB വിത്ത് മൈനബിൾ ആപ്പ് എന്നുള്ളതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നിങ്ങളുടെ ആപ്പിളാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഫ്ലൈറ്റ് വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബീറ്റയാണുള്ളത്. ബീറ്റയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോണത് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബീറ്റയിൽ നമുക്ക് കിട്ടുന്ന കോയിനൊക്കെ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറയും. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഏതാ കൊടുക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഫൗണ്ടേഴ്സ് പാക്ക് ബൈ ചെയ്യണമെങ്കിൽ, അതായത് GPUs നമുക്ക് നേരത്തെ ബൈ ചെയ്യാൻ പറ്റും, അതാണ് ഫൗണ്ടേഴ്സ് പാക്ക്. അപ്പോൾ അത് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 days മുമ്പ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് 10% hashrate ബൂസ്റ്റൊക്കെ കിട്ടും 30 daysലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റൊക്കെ കിട്ടണമെങ്കിൽ ഫൗണ്ടേഴ്സ് പാക്ക് പർച്ചേസ് ചെയ്യാം. ഫൗണ്ടേഴ്സ് പാക്ക് പർച്ചേസ് ചെയ്യണതും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് ഓർത്ത് വയ്ക്കുക ഏതാണ് കൊടുത്തതെന്നുള്ളത്. എന്നിട്ട് ആ ഇമെയിൽ അഡ്രസ്സ് തന്നെ വെച്ചിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള സെക്ഷൻ ആയിരിക്കും. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക.
ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പാസ് ഫ്രേസ് 12 വേർഡ്സ് ഉള്ള ഒരു പാസ് ഫ്രേസ് കിട്ടും. ആ 12 വേർഡ്സ് എവിടെയെങ്കിലും സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വേർഡും ലാസ്റ്റ് വേർഡും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആ 12 വേർഡ്സിലെ ഫസ്റ്റ് വേർഡും ലാസ്റ്റ് വേർഡും സെലക്ട് ചെയ്യാൻ പറയും. അത് സെലക്ട് ചെയ്യാം, എന്നിട്ട് കൺഫേം ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെഫറൽ കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ റെഫറൽ കോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന റെഫറൽ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. അപ്പോൾ അത് അടിക്കുക. അതടിച്ചതിന് ശേഷം അതടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മൈനിങ് സ്റ്റാർട്ട് ആയിക്കണം കാണാൻ പറ്റും. അപ്പോൾ അതിൽ കാണുന്ന മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെമോയാണ്. ഡെമോയിൽ കാണുന്ന മൈനിങ് ആണ്, ഒറിജിനലായിട്ടുള്ള മൈനിങ് അല്ല. ആ കോയിൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ GPU പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് സ്കെയിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഏണിംഗ് ബ്ലോക്ക് റിവാർഡ്സ് 10,000 MNB എവറി 10 മിനിറ്റ്സിൽ നമുക്ക് ബ്ലോക്ക് റിവാർഡ് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ മൈനേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ GPUs ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏണിംഗ് കിട്ടും. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ റോഡ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ 2022 അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു ഐഡിയ. അപ്പോൾ 2024 വരെയുള്ള റോഡ് മാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫൗണ്ടർ ജോഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഫൗണ്ടർ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിക്കം എ ഫൗണ്ടിങ് മെമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈനബിൾ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ക്ലൂസീവ് എയർലി ബേർഡ് ആക്സസ് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഈ മൈനബിളിൻ്റെ ഡിസ്കോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കോഡിലോട്ട് പോകാൻ പറ്റും. ഡിസ്കോഡിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഓവർവ്യൂ കാണിച്ചു തരാം. അപ്പോൾ മൈനബിളിൻ്റെ ആപ്പിൽ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഫൗണ്ടിങ് മെമ്പർ ആവണോ, ഗെയിൻ മെയിൻ നെറ്റ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഫൗണ്ടേഴ്സ് പാക്കിൽ നമുക്ക് എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാഹാഷിൻ്റെ മാക്സ്ഡ് NFT GPU കിട്ടും. വെർത്ത് $400 വെർത്തായിട്ടുള്ള NFT GPU കിട്ടും എന്നാണ് കാണിക്കുന്നത്. പിന്നെ 2 days മെയിൻ നെറ്റ് എയർലി ആക്സസ് കിട്ടും. പിന്നെ 30 day 10% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. പിന്നെ ഫൗണ്ടർ ഡിസ്കോഡ് റോള് കിട്ടും. ഇത്രയും സംഭവങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേക്കണ ഈ ഒരു MNB ഒന്നും എനിക്ക് കിട്ടിയേക്കണേയല്ല. ഇത് ജസ്റ്റ് ബീറ്റ സ്റ്റേജിൽ ജസ്റ്റ് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ എനിക്ക് 2 GPUs ഉണ്ട്. ഈ 2 GPUs എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് വേണ്ടി കിട്ടിയാണ്, ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വാലറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡിങ് വാലറ്റ് കാണാൻ പറ്റും. പിന്നെ അല്ലാത്ത വാലറ്റ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് അല്ലാത്ത വാലറ്റ് ബീറ്റ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ഈ ഓവർ ക്ലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ MNB നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോക്ക് എന്ന് വെച്ചാൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. 50% സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ബൂസ്റ്റ് കിട്ടും. അത് 30 ദിവസത്തേക്ക് ലോക്കായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് റിലീസാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ ഡിസ്കോഡിലുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ പറ്റും, നമുക്ക് എത്ര MNB കിട്ടി എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ജസ്റ്റ് ഡെമ്മിയാണ്. ഡെമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡെമോയിൽ ബീറ്റയിൽ ജസ്റ്റ് നമുക്ക് ഏണിങ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു MNBക്ക് $1 എന്നുള്ള രീതിയിലാണ് അവർ സെറ്റാക്കിയേക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പോകുകയാണെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ആണ്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് GPUs ബൈ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ കറൻ്റ്ലി MNB വെച്ചിട്ടാണ് ബൈ ചെയ്യണത്. മെയിൻ നെറ്റ് വന്നു കഴിയുമ്പോൾ മിക്കവാറും എതീറിയം വെച്ചിട്ടായിരിക്കും ബൈ ചെയ്യണത്. അപ്പോൾ മൈനബിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 200 MNB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 മെഗാഹാഷ് പെർ സെക്കൻഡുള്ള ഒരു ഇത് കിട്ടും, GPU കിട്ടും. പിന്നെ പിയർ ടു പിയർ ഉണ്ട്. പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ ലിസ്റ്റ് ചെയ്തതാണ്. പിന്നെ മൈ ലിസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ വാലറ്റ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അവിടെ വാലറ്റിൻ്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഫർ ആൻഡ് ഏൺ എന്നുള്ള സാധനം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടും. ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ 5% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. പിന്നെ ഇവിടെ മൈ റെഫറൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെഫറൽസ് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്ത് കുറച്ചാളായിട്ട് നോക്കണ്ട്. പിന്നെ ഇനി നമുക്ക് ഫൗണ്ടിങ് മെമ്പർ ആവണതിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഫൗണ്ടിങ് മെമ്പർ ഞാൻ എന്തായാലും ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൗണ്ടിങ് മെമ്പർ ആവണതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൗണ്ടിങ് മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റബിൾ ആവുമോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. കാരണം MNBയുടെ പ്രൈസ് നമുക്കറിയില്ല.
പിന്നെ അത്യാവശ്യം യൂസേഴ്സൊക്കെ വരുവാണ്, അത്യാവശ്യം നല്ല രീതിക്ക് മൈനിങ് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫൗണ്ടിങ് മെമ്പർ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് നമുക്ക് GPUs കിട്ടുന്നത്. മാക്സ്ഡ് GPU 50 മെഗാ ഹാഷ് റേറ്റ് പെർ സെക്കൻഡുള്ള GPU ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഞ്ച് ആയി കഴിഞ്ഞതിന് ശേഷം മാക്സ്ഡ് GPU മേടിക്കണമെങ്കിൽ $400 ആവും എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. എല്ലാം അവർ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ $39, $39.99, അതായത് $40 ഓഫർ പ്രൈസ് ഉണ്ട്. അപ്പോൾ ആ ഓഫർ പ്രൈസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യാനാണ് ഇപ്പോൾ തന്നെ ബൈ ചെയ്യണത്. അപ്പോൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. എല്ലാം സ്വന്തം റിസ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വന്തം റിസ്കിൽ ചെയ്യാം. കാരണം ഇത് ഭാവിയിൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ലോഞ്ച് ആയിട്ടില്ല, ബീറ്റ സ്റ്റേജിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൈ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ബൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ജോയിൻ ചെയ്താണ് ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുത്തിട്ട് വേണം ബൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നെറ്റ്വർക്ക് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള കോയിൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക, കറക്റ്റ് നെറ്റ്വർക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക, അവർ പറഞ്ഞേക്കണ എമൗണ്ട് തന്നെ അവിടെ എത്താൻ പാകത്തിന് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ബൈ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ബൈ ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനബിളിൻ്റെ ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബിക്കം എ ഫൗണ്ടർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ടോ 50 മെഗാ ഹാഷ് മാക്സ്ഡ് NFT GPU ആണ് നമുക്ക് കിട്ടുന്നത്. $400 അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 2 ഡേ മെയിൻ നെറ്റ് എയർലി ആക്സസ് കിട്ടും. പിന്നെ 30 ഡേ 10% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. ഫൗണ്ടർ ഡിസ്കോഡ് റോള് കിട്ടും. ഡിസ്കോഡിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടർ റോള് കിട്ടും. അപ്പോൾ $400 സംഭവമാണ് ഇപ്പോൾ $40 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഫെബ്രുവരി 5 വരെയാണ് ഈ ഫൗണ്ടേഴ്സ് പാക്ക് ബൈ ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഞാൻ ബിക്കം ഫൗണ്ടർ എന്നുള്ളത് അടിക്കാൻ പോവാണ്. ബിക്കം ഫൗണ്ടർ എന്നുള്ളത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കാൻ വരും. ഇമെയിൽ അഡ്രസ്സ് അടിക്കാൻ വന്നു കഴിയുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് അടിക്കാം. ഇമെയിൽ അഡ്രസ്സ് അടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ $40 ഇപ്പോൾ ഉള്ളൂ. ഇന്നലെയൊക്കെ $50 ആയിരുന്നു. പിന്നെ ഇവിടെ USD കോയിനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അത് മാറ്റിക് പോളിഗൺ നെറ്റ്വർക്കാണ് ഞാൻ സെലക്ട് ചെയ്യണത്. അതാകുമ്പോൾ ഫീസ് കുറവാണ്. അതുകൊണ്ട് USD കോയിൻ സെലക്ട് ചെയ്തു. USDC കോയിൻ സെലക്ട് ചെയ്തിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് ബൈനാൻസിൽ കൊണ്ടുവിടുവാണ്. 39.99 തന്നെ അയക്കണം. അപ്പോൾ ബൈനാൻസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ബൈനാൻസ് ഓപ്പൺ ചെയ്തു. ബൈനാൻസിൽ USDC നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല, അതിന് പകരം BUSD ആണ് ബൈ ചെയ്യണത്. BUSD ബൈ ചെയ്തിട്ട് അതിനെ നമ്മൾ പോളിഗൺ നെറ്റ്വർക്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് USDC ആയിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ വിഡ്രോ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് USDC എന്നുള്ളത് ബട്ടൺ ഉണ്ടാവും. USDC ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് പോളിഗൺ കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോളിഗൺ അഡ്രസ്സാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് പോളിഗൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 39.99 USDT അവിടെ എത്തണം. അപ്പോൾ നമ്മളിവിടെ 40 അടിക്കണം. 40.99 അടിക്കുക. എന്നിട്ട് വിഡ്രോ അടിക്കുക. എന്നിട്ട് കൺഫേം അടിക്കുക. വെരിഫിക്കേഷൻ വന്നാണ്. ഇതൊക്കെ നെക്സ്റ്റ് അടിച്ചു വിടുവാണ്. ഗെറ്റ് കോഡ് അടിക്കുക. ഒതൻറ്റിക്കേറ്റർ കോഡ് അടിക്കുകയാണ്. സബ്മിറ്റ് അടിച്ചു. വിഡ്രോവൽ പ്രോസസ്സിംഗ് ആണ്. ഞാൻ വീണ്ടും ബ്രൗസർ എടുത്തു. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അവിടുന്ന് വിഡ്രോവൽ കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 39.99 USDC ഇവിടെ എത്തണം. അതുകൊണ്ട് 40.99 USDC നമ്മൾ അയച്ചാലാണ് 39.99 USDC ഇവിടെ എത്തുള്ളൂ. കാരണം ഒരു USDC ഫീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം അയക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ 49.99 USDC ആയിരുന്നു നേരത്തെ പ്രൈസ്. അപ്പോൾ 50.99 USDC അയച്ചാലാണ് നമുക്ക് 49.99 USDC എത്തുള്ളൂ. അപ്പോൾ അത് നോക്കണം.
ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഇതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. പക്ഷേ നമുക്ക് ടോട്ടൽ യു ക്യാൻ നാവിഗേറ്റ് അവേ ഫൗണ്ടേഴ്സ് പാക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്ക് യു ക്യാൻ നാവിഗേറ്റ് അവേ ഫ്രം ദിസ് പേജ് ആൻഡ് ചെക്ക് ബാക്ക് ലേറ്റർ ഫോർ ഫൈനൽ കൺഫർമേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മെയിൻ നെറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു GPU കിട്ടും. ഈ മാക്സ്ഡ് GPU 2 ഡേ മെയിൻ നെറ്റ് എയർലി ആക്സസ് കിട്ടും. പിന്നെ 30 ഡേ 10% ഹാഷ് റേറ്റ് ബൂസ്റ്റ് കിട്ടും. പിന്നെ ഫൗണ്ടർ ഡിസ്കോഡ് റോൾ കിട്ടും. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്കോഡിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസ്കോഡിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടർ റോൾ കിട്ടും. അപ്പോൾ ഫൗണ്ടേഴ്സ് പാക്ക് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി പറയുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൈനബിളിൽ യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ്, അതായത് സൈനപ്പ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് വച്ചിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നെറ്റ്വർക്കിലെ ഏത് കോയിനാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള കൺഫേം ആക്കണം. ഇപ്പോൾ USDC പോളിഗൺ നെറ്റ്വർക്കിലാണെങ്കിൽ കറക്റ്റ് ആ നെറ്റ്വർക്ക് തന്നെ കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ 39.99 USDC ആണ് നമ്മളൊക്കെ അയക്കണമെങ്കിൽ അതിലെ ഫീസ്, ബൈനാൻസിൻ്റെ ഫീസ് എന്ന് വെച്ചാൽ 1 USDC ആണ് ഫീസ്. അപ്പോൾ 40.99 USDC അയക്കണം. എന്നാലാണ് 39.99 അവിടെ എത്തുള്ളൂ. ഇപ്പോൾ 49.99 USDC ആണ് നിങ്ങൾക്ക് ഫൗണ്ടേഴ്സ് പാക്ക് മേടിക്കാനുള്ള ഫീസ് എങ്കിൽ, നേരത്തെ അതായിരുന്നു ഫീസ്. ഇപ്പോൾ ഓഫറിലാണ് 39.99. അപ്പോൾ 49.99 ആണെങ്കിൽ നിങ്ങൾ 50.99 അയച്ചാലാണ് 49.99 അവിടെ എത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് founders@mineable.io നിങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്രീൻഷോട്ടിൻ്റെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ പിന്നെ ഡിസ്കോഡ് ID കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോഡിൽ ഫൗണ്ടേഴ്സ് റോൾ കിട്ടും മെയിൽ അയച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മെയിൽ അയച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് GPU ബൈ ചെയ്ത് കിട്ടും. പക്ഷേ ഫൗണ്ടേഴ്സ് റോൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഡിസ്കോഡിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം founders@mineable.io. പിന്നെ മൈനബിളിൻ്റെ ഡിസ്കോഡ് ഇതാണ്. ഡിസ്കോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇതിൽ അത്യാവശ്യം നിങ്ങൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ഇൻക്രീസ് ആവാൻ പറ്റും. ലെവൽ ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി റിവാർഡ്സ് എന്ന് പറഞ്ഞ റിവാർഡിൽ ഇപ്പോൾ ലെവൽ 5 ആവുകയാണെങ്കിൽ ഫസ്റ്റ് 40 ലെവൽ 5ന് 100 മെഗാ ഹാഷിൻ്റെ NFT കിട്ടും, അതായത് GPU കിട്ടും. പിന്നെ ലെവൽ 10 ആവുകയാണെങ്കിൽ 200 മെഗാ ഹാഷിൻ്റെ ഫസ്റ്റ് 30 ആൾക്കാർക്ക് കിട്ടും. പിന്നെ ലെവൽ 25, പിന്നെ ലെവൽ 100 ആണെങ്കിൽ ഫസ്റ്റ് 5ന് 500 മെഗാ ഹാഷിൻ്റെ NFT കിട്ടും. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി റിവാർഡ് ഉണ്ട്. പിന്നെ ഇവിടെ ബീറ്റ റിവാർഡ്സ് ഉണ്ട്. ബീറ്റയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബീറ്റ റിവാർഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ബീറ്റ റിവാർഡ്സ് കുറേ കാണാൻ പറ്റും. അപ്പോൾ ഹാഷ് റേറ്റ് ഇവിടെ ഓരോന്ന് നമുക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഡിസ്കോഡിലും കൂടി ജോയിൻ ചെയ്ത് വെച്ച് നോക്കുക. ഡിസ്കോഡിൽ കുറേ ഗീവ് അവേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ഡിസ്കോഡിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓവർ ക്ലോക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, അപ്ഗ്രേഡ്സ്, എന്തെങ്കിലും അപ്ഗ്രേഡൊക്കെ നടക്കണമെങ്കിൽ അതൊക്കെ ഡിസ്കോഡിലായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഡിസ്കോഡിൽ എന്തായാലും ജോയിൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ മെയിൻ നെറ്റ് 26 ഡേയ്സ് കഴിഞ്ഞ് വരും എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.